ഹലോ ഫ്രണ്ട്സ്, വിഷുവായിട്ട് ഞാനും ഒരിത്തിരി ഇലയട ഉണ്ടാക്കാൻ പോകും കേട്ടോ. വെള്ളത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക പൊടിച്ചത്, ഇത്തിരി തേങ്ങ ചിരകിയത്, ഒരിത്തിരി പൊടിയും, വെള്ളത്തിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിനെ സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളവും തേങ്ങയും പാടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്തിരി ഏലക്ക പൊടിച്ചത് കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളാക്കാം മാവിന് കേട്ടോ. അതുപോലെ ചെറിയ ഉരുളാക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ. ലാച്ചിൻ്റെ ഇലയിൽ ആട്ട ചുട്ട നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരിത്തിരി വെള്ളവും തേങ്ങയും പൊടിച്ചതെടുത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ ഇതുപോലൊന്ന് മടക്കിയെടുക്കണം. വെള്ളം തിളച്ച് കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ഈ അടനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 എണ്ണമൊക്കെ വെച്ചാൽ മതി, ആവി കൊണ്ട് പെട്ടെന്ന് കയറില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വെക്കരുത് കേട്ടോ, വേഗില്ല വേഗം. ഇത്രയും മതി കേട്ടോ. ഇല പോലെ വെക്കാം കേട്ടോ. ഇലയട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂട് ആയിവ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്ത് അങ്ങനെ നമ്മുടെ ഇലയട റെഡിയായി. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കേ, ബൈ ബൈ.